നമ്മൾ എത്ര ജാഗ്രത പാലിച്ചാലും ലഹരി ഒരു വില്ലനെപ്പോഴും നമ്മുടെ വീടുകളിലേക്കും എത്താം. കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാകാം, കുട്ടികളാകാം, കുടുംബങ്ങളുമായി വളരെ ബന്ധം സ്ഥാപിക്കുന്നവരാണെങ്കിൽ പോലും ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ വലയിലാക്കുന്ന രീതിയിലേക്ക് ലഹരി മാഫിയ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും ഒരു ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് വരുന്നത്. തൃശ്ശൂർ ചീയാരത്ത് മയക്കുമരുന്നുമായി റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥന്റെ മകനടക്കം 2 പേർ പിടിയിലായി. അഭിജിത്ത്, വിയൂർ സ്വദേശി റോജർ ജെ ദേവസി എന്നിവരാണ് പിടിയിലായത്. റിട്ടയർഡ് SP ഉണ്ണിരാജയുടെ മകനാണ് അഭിജിത്ത്. 5 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. സ്കൂട്ടറിലാണ് മയക്കുമരുന്ന് കടത്തിയത്. ഇന്നലെ രാത്രി 8 മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ലഹരിക്കെതിരെ ഒരു വശത്ത് പോലീസ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ പല രീതിയിൽ നമ്മൾ കേൾക്കാറുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ, മക്കളൊക്കെ ഒരു കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി പല ഇടപെടലുകളും ഉണ്ടാകുന്നു. പക്ഷെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനെ ലഹരിയുമായി പിടികൂടുന്നു. മുൻ SP ഉണ്ണിരാജയുടെ മകനും സുഹൃത്തുമാണ് പിടിയിലായിട്ടുള്ളത്. എങ്ങനെയാണ് ഇവരിലേക്ക് അന്വേഷണം എത്തിയത്? രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ പരിശോധന? ടോം, കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമുക്കറിയാം കേരളമെമ്പാടും ഈ ലഹരിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് പോലീസും ഒരു ഭാഗത്ത് വിജിലൻസും നടത്തുമ്പോൾ ഇതൊരു കോമ്പിംഗ് ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ തന്നെ വളരെ വിപുലമായ രീതിയിലാണ് പരിശോധനകൾ എല്ലായിടത്തും തന്നെ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ തൃശ്ശൂരിൽ നടന്ന പരിശോധനയിലാണ്, ചീയാരത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ പരിശോധനയാണ് സ്കൂട്ടർ യാത്രികരായ 2 പേരെ പരിശോധിക്കുമ്പോൾ ഈ രീതിയിൽ 5 ഗ്രാം MDA അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. പോലീസിന് ആദ്യം ഇവരെ പിടികൂടി വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത് മുൻ SP ആയിരുന്ന ഉണ്ണിരാജ IPS അദ്ദേഹത്തിൻ്റെ മകനാണ് ഒരാളെന്ന വിവരം അറിയുന്നത്. അഭിജിത്ത് അതോടൊപ്പം തന്നെ സുഹൃത്ത് റോജർ എന്ന് പറയുന്ന വിയൂർ സ്വദേശി, ഇവർ 2 പേരുമാണ് ഇതിലുണ്ടായിരുന്നപ്പോൾ പോലീസ് ഈ സംഭവം സത്യത്തിൽ ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ടോം തുടക്കത്തിൽ ഈ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങളിലെല്ലാം വ്യാപൃതരാകുമ്പോൾ, പ്രത്യേകിച്ച് ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം വളരെ പ്രമാദമായ കേസുകൾ തെളിയിച്ചിട്ടുള്ള വലിയ രീതിയിൽ അറിയപ്പെടുന്ന ഒരാളൊക്കെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനടക്കം ഇതിലേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ വാർത്ത വരുന്നത്. വിശദമായിട്ട് പോലീസ് ഇതിൽ പരിശോധനകൾ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ ഇവർ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് വിതരണക്കാർ അല്ലെങ്കിൽ വിൽപ്പനക്കാർ എന്ന രീതിയിലാണ് ഇവരെ കണ്ടെത്തിയത് എന്നതാണ് പോലീസ് ഭാഷ്യം. പോലീസ് മറ്റു 2 പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഇത് വാങ്ങാനായിട്ട് എത്തിയവരാണെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇയാളടക്കം ഇതിലേക്ക് വരാനിടയായ ഒരു സാഹചര്യം, അവർക്ക് നേരത്തെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ എന്നതെല്ലാം തന്നെ വിശദമായിട്ട് പോലീസ് പരിശോധിക്കുകയാണ്. ഇക്കാര്യങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലും അടക്കം വരുന്നുണ്ട്. കാരണം ഇവർക്ക് ഈ വിതരണക്കാർക്ക് ഇവർ കുറേ നാളുകളായിട്ട് ഈ രംഗത്തുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് അങ്ങനെ ഒരു ട്രാക്ക് കാണുന്നില്ല പോലീസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവരിതിൽ വന്ന് പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും 2 പേരെയും ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള, നമുക്കറിയാം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിയമത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നവരാണ്. അങ്ങനെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയുടെ മകൻ ഈ കേസിൽ പിടിക്കപ്പെടുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറെ അമ്പരിപ്പിക്കുന്നൊരു കാര്യം പോലും. നാളെ ഇത് ഏത് കുടുംബത്തിലേക്കും കടന്നു വരാം ഈ ലഹരി. നമ്മളൊക്കെ ഒരു പക്ഷേ വാത്സല്യത്തോടെ കാണുന്ന നമ്മുടെ മക്കളെ അതേ രീതിയിൽ ലഹരി മാഫിയ നിരീക്ഷിക്കുന്നുണ്ട്, അവരുടെ പിടിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം. ഈ റിട്ടയർഡ് SP ഉണ്ണിരാജയുടെ മകൻ ഈ ലഹരി മാഫിയുമായി കുറേ നാളുകളായി ബന്ധമുണ്ടോ, അതോ ലഹരി ഒരു കൗതുകത്തിനാണല്ലോ പല കുട്ടികളും ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത്, പിന്നീട് കെണിയിലേക്ക് വീഴുകയാണല്ലോ?
ടോം, ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വിവരങ്ങൾ വ്യക്തതയും വരുത്തേണ്ടതുണ്ട് പോലീസ്. കാരണം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇതിൽ ഇവരെ അറസ്റ്റ് ചെയ്യുക 5 ഗ്രാം MDMA അറസ്റ്റ് ചെയ്തു എന്നതാണ്. മാത്രവുമല്ല ഇത് ഇവർക്ക് വിതരണത്തിന് വേണ്ടി ഇവരെത്തിയതാണ് എന്നതെല്ലാമാണ് പോലീസിന് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയാനുള്ളത്. ഇതിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ ഈ ആരുടെങ്കിലും വിതരണ ഏജൻറ്റുമാരായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്താണ് ഇവർക്ക് ഇവരുമായുള്ളൊരു ബന്ധം? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തൃശ്ശൂർ പല ഭാഗങ്ങളിലും തന്നെ ഈ മയക്കുമരുന്ന് മാഫിയ അത് സജീവമാകുന്ന രീതിയിലുള്ള പോലീസിൻ്റെ പരിശോധനകളെല്ലാം ഒരു ഭാഗത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇവരടക്കം അതിലുണ്ടായിരുന്നോ എന്നത് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലടക്കം ഇക്കാര്യങ്ങളിൽ ആവശ്യമാണ്. കാരണം ഇവർ വിതരണ രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഇവർ വാങ്ങിക്കാൻ വന്നവരുണ്ട്, അവരെ അടക്കം അവർ സ്ഥിരമായി ഇവരിൽ നിന്നാണോ വാങ്ങിയിരുന്നത്, മറ്റു പലരുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബോധ്യം വരേണ്ടതുണ്ട്. അക്കാര്യങ്ങളിലെല്ലാം പോലീസ് വിശദമായ രീതിയിലുള്ളൊരു പരിശോധനകൾ തുടരുകയാണ്. ഏതായാലും ഇതുപോലെ സമൂഹത്തിലെ വലിയ രീതിയിൽ അറിയപ്പെടുന്ന ആളുകൾ അങ്ങനെയെല്ലാം അവരെ എവിടേക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിലേക്കെല്ലാം ഈ മയക്കുമരുന്ന് ശൃംഖല വളരുന്നു എന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന ഒരു ആകുലതകൾ നിറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. എവിടെയും ആരും കൂടുതൽ കരുതലോടുകൂടി മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ്. നമ്മുടെ വീടുകൾ അടക്കം ഇത്തരം ഈ രീതിയിൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. കൃത്യമായ രീതിയിൽ കുട്ടികളുടെ എല്ലാം തന്നെ കാര്യങ്ങളിൽ ഇടപെടലുകളടക്കം വേണ്ടതുണ്ട്. കാരണം ആരും എപ്പോഴും ഏതെങ്കിലും രീതിയിൽ കണ്ണിയാക്കപ്പെടാനുള്ള ഈ ശൃംഖലയുടെ ഭാഗമാകാൻ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോൾ സൗഹൃദങ്ങളിൽ, ചിലപ്പോൾ ഒപ്പം പോകുന്നതാകാം, എങ്ങനെയുമാകാം. പക്ഷെ ഇതിലെല്ലാം ഒരു പരിശോധനകളും കൂടെ വരുന്നവർ സൗഹൃദങ്ങളിൽ ആരൊക്കെയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ കൂടി ശ്രദ്ധിച്ചു. അതീവ ജാഗ്രത വേണ്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും മാതാപിതാക്കൾ മക്കളുടെ മാറ്റം, സ്വഭാവങ്ങളുടെ മാറ്റം, അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായും പരിശോധിക്കണം, നിരീക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ പക്ഷേ നമ്മുടെ വീടുകളിലേക്കും ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ വീടുകളിലും സംഭവിക്കാം. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.